ഹായ് ഫ്രണ്ട്സ്, ടൂർ ഇട്ട് പോവാം. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് കുറേ ഡേയ്സ് കഴിഞ്ഞ് ഹീറോയ്ക്ക് ബോയ് ബേബി, 7 ബോയ്സ് ഒരു ഗേൾ ബേബി. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയി തുടങ്ങി. അങ്ങനെ ഹീറോയി കുട്ടികളെ ഓടി പോകാൻ തുടങ്ങി. കുട്ടികൾക്ക് 3 വയസ്സായ ഹീറോയി ഇതാ ഫുഡ് കഴിക്കാൻ അമ്മയ്ക്ക് വയ്യില്ല കുട്ടിയെന്ന് പറഞ്ഞ് ഓടി പോകായിരുന്നു ഹീറോയി പിടിക്കാമെന്ന്. ഹീറോയിൻ്റെ ഫ്രണ്ട് റോസി വന്നു. റോസി വരാൻ തുടങ്ങി. മച്ചി മിയ എന്താ എടി അങ്ങനെ ഫ്രണ്ട് ബുക്ക് എടുത്തു. അങ്ങനെ ലവ് സ്റ്റോറി നീ ലവർ ചെയ്തു തരായിരുന്നു. അങ്ങനെ ഇങ്ങനെ പറയായിരുന്നു റോസി. പറയണ്ടടി എന്ന് പറയായിരുന്നു. എന്താ എന്നിട്ട് അങ്ങനെയാണോ 6 ബുക്ക് വരും 6 പറയാൻ തുടങ്ങി. അപ്പോൾ നിനക്ക് ഞങ്ങളിൽ ഒരാളെ പ്രപ്പോസ് ചെയ്ത് ബാക്കി 6 പേർ സാഡാവോ? അങ്ങനെയായിട്ട് ഹീറോയി പറഞ്ഞു അതെയാന്ന് പറഞ്ഞായിരുന്നു. ജിന്ന് പറയാൻ തുടങ്ങി നല്ല ലൈഫാണെന്ന്. അങ്ങനെ ഇങ്ങനെ കുറച്ച് പിന്നെ ഹീറോയി ഭയങ്കര ഹാപ്പി ആയിട്ട് കുട്ടികളോട് എൻജോയ് ചെയ്തായിരുന്നു. ഫ്രണ്ട് പറയാൻ തുടങ്ങി നമ്മൾ ലൈഫ് പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടല്ലേ അടി അതെന്ന് പറഞ്ഞു. പിന്നെ ഹീറോ ഇങ്ങനെ ജോലിയായിട്ട് കിച്ചണിൽ ഇങ്ങനെ എന്തത് ജിന്ന് ഇങ്ങനെ കോഫി ചെയ്യാൻ പോയിരുന്നു. അങ്ങനെ ഹീറോ മയങ്ങിയിട്ട് വീണത് വെച്ചങ്ങോട്ട് ഫ്രണ്ട് വെച്ചുണ്ടാക്കുക. ജിന്ന് ഓടി വന്ന് കിച്ചണിൽ വേണ്ട കോഫി പിന്നെ ചെയ്തോളാം എന്ന് വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ ഡോക്ടർ ഒന്ന് ചെക്ക് ചെയ്ത് എല്ലാവരുടെ വള്ളിയിൽ വന്ന് കൺഗ്രാറ്റ്സ് ബിറ്റീസ് നിങ്ങൾ വൈഫ് അഡ്മിറ്റാണെന്ന് പറഞ്ഞു. അങ്ങനെ ബിറ്റീസ് മെമ്പർക്ക് 7 പേർക്ക് ഹാപ്പി ആയിരുന്നു. ജങ്ക് ഹീറോയുടെ മമ്മി അങ്ങനെയാണ് പറഞ്ഞു. ഹീറോയുടെ ഫ്രണ്ടിൽ മനസ്സിൽ അടിപ്പാവി എന്നും കുട്ടികൾ വരാൻ പോവാണോ എന്ന് പറയായിരുന്നു. ഇതിനാ റോസിൻ്റെ ഹസ്ബൻഡ് മണ്ട കിട്ടി എന്തടി ഇനി ഇങ്ങനെ പറയാം. റോസിൻ്റെ കയ്യിൽ ബേബി ഉണ്ടായിരുന്നു. ആ ബേബിക്ക് പറഞ്ഞ 2 വയസ്സായി. എന്തോ ഒരു കോമഡി എന്ന് പറയുന്നു റോസിൻ്റെ ഹസ്ബൻഡ് മുറിക്കായിരുന്നു. ഇല്ല ഞാൻ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് കുറേ ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയിൻ്റെ ബേബീസ് വളർന്നു. പിന്നെ ഹീറോയ്ക്ക് ബേബി അണിച്ചു തന്നു. അത് ക്യൂട്ടായിട്ടൊരു ഗേൾ ബേബി ആയിരുന്നു. അങ്ങനെ അവർ ഭയങ്കര കെയറിങ് ആയിട്ട് നോക്കുമായിരുന്നു. വീഡിയോസ് മുമ്പ് പാട്ട് ഡാൻസ് അങ്ങനെ പോകായിരുന്നു. ഹീറോയി പറയാൻ തുടങ്ങി മച്ചി നമ്മൾ ഒരു ബിസിനസ് തുടങ്ങായിരുന്നു. അങ്ങനെ ഹീറോയി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഹീറോയി ബിസിനസ് പറഞ്ഞ ഡാഡിൻ്റെ ബിസിനസ് നന്നായി ചെയ്യാൻ തുടങ്ങി. പിന്നെ ഹീറോയി ഒരു പുതിയൊരു ബിസിനസ് അങ്ങനെയായിട്ട് നല്ല ഫേമസ് ആയിരുന്നു. ഹീറോയി നല്ല ജോലിയായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. പീറ്റേഴ്സ് മുമ്പർക്ക് ടെൻഷനായിരുന്നു ഇവളൊരു കാര്യമാണ്. പിന്നെ ഹീറോയിൻ മാരേജിലേക്ക് പോകുന്ന ചെക്കനെ വായിച്ചായിരുന്നു. ഹീറോയിനെ ഫോഴ്സ് ചെയ്ത് മാരേജ് കഴിച്ചായിരുന്നു. ജാക്സൺ അയ്യോ ഇവരെന്നെ വെച്ച് ചെയ്തത് അങ്ങനെ ജാക്സന് മിരട്ടിയായിരുന്നു. ജാക്സന് പറഞ്ഞത് അങ്ങനെയൊന്നും സെറ്റാവില്ലെന്ന് പറഞ്ഞു. ജാക്സനെ കുറിച്ച് മിരട്ടിയായിരുന്നു. അങ്ങനെ ജാക്സന് വന്നില്ല. ജാക്സനിക്ക് മാരേജായി. ജാക്സൺ കയറിയായിരുന്നു. ഇവരൊരു കഷ്ടം എന്തോ ഒരു കഷ്ടമാണ്. അങ്ങനെ ഹീറോയുടെ വീട്ടിൽ വന്ന് വീഡിയോസ് മുമ്പ് ഹീറോയിനെ നോക്കി ജാക്സൺ മുറിക്കായിരുന്നു. ജാക്സൺ ചെന്നതിന് ഞാൻ വരയില്ല ഈ ഭാഗത്തേക്ക്. ജാക്സൺ പേടിച്ച് ഒറ്റ ഓട്ടം ഓടിപ്പോയി. ഡേയ്സ് പോകാൻ തുടങ്ങി. കുറേ ഡേയ്സ് കഴിഞ്ഞ് ഹീറോയി പറഞ്ഞാൽ ഇങ്ങനെ കൊച്ചെല്ലാം കുക്ക് ചെയ്തായിരുന്നു. ബേബീസ് വെച്ചുണ്ടാക്കത്തെല്ലാം ഉണ്ടാക്കാൻ തുടങ്ങി. എന്താ പറ്റി മോം എന്താ ഡാഡി എന്ത് ചെയ്തു വെച്ച് അങ്ങനെ 7 പേർ നോക്കി ഹീറോയി മുറിക്കാൻ തുടങ്ങി. ഇതാരാ ഗേള്